അപ്പോൾ അതുകൊണ്ട് ഇത് സിസ്റ്റം കറക്റ്റ് ചെയ്ത് പോകുന്നത് 2015 മുതൽ 2011 മുതൽ 2025 വരെയുള്ള മുഴുവൻ ഡേറ്റയും പുറത്തുവിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഡേറ്റയും യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ, മെഡിക്കൽ കോളേജിൽ, അതായത് അത്രയും രോഗികൾ എത്തുകയാണ്. അത് മെഡിക്കൽ കോളേജുകളിലുള്ള വിശ്വാസം കൊണ്ടാണ്. സ്വകാര്യ ആശുപത്രികളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, സ്വകാര്യ ആശുപത്രിയിൽ ഒരു വെന്റിലേറ്ററിന്, ഒരു ICUവിന് ലക്ഷങ്ങൾ ഒരു ദിവസം ചോദിക്കുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് വരികയാണ്. ഒരു വെന്റിലേറ്റർ നൽകണം, ICU സംവിധാനം ഒരുക്കണം. സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പണമില്ലാത്ത സാധാരണക്കാർ എത്തുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. ഇനിയിപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർ മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സൗജന്യമായി, അതാണ് ഞാൻ പറഞ്ഞത്, 1600 കോടി രൂപ ഒരു വർഷം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, കേരളം എന്ന നമ്മുടെ സംസ്ഥാനം 1600 കോടി രൂപ നൽകി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് കേരളമല്ല, കേന്ദ്ര സർക്കാരാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ പറയുകയാണ്, നോക്കൂ, ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം തുക സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. നമ്പർ ഓഫ് പേഷ്യൻസ്, നമ്പർ ഓഫ് ഇന്റർവെൻഷൻസ്, നമ്പർ ഓഫ് കേസസ്, നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ നോക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ, ഏതെങ്കിലും കാലഘട്ടത്തിൽ ആർദ്രത്തിലൂടെ ആയിരക്കണക്കിന് തസ്തികകൾ ആരോഗ്യ വകുപ്പിൽ സൃഷ്ടിച്ചു, ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ എന്നിട്ടും പോരാ, സിസ്റ്റത്തിൽ കറക്ഷൻ ഉണ്ടാകണം. അങ്ങനെ സൂക്ഷ്മമായ കറക്ഷൻ ആവശ്യം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതാണ്. അദ്ദേഹത്തിന് വിശ്വാസമുള്ളത് കൊണ്ട് ആണത് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ട് അത് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ട ഇടത്ത് അത് എത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് ആയിരിക്കാം. പക്ഷെ അത് പരിശോധിക്കപ്പെടട്ടെ. സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്, സർക്കാരുമുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. സർക്കാർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 3000 രൂപ കൂടുതലായിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരാൾ ഒരു മാധ്യമ ആരോടെങ്കിലും ഒരു മനുഷ്യാവകാശ കമ്മീഷൻ മറ്റേ കേസിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞായിട്ട് കേട്ടു. അതായത് ഒരു മെഷീൻ കുത്തിയൊടിച്ചത് വാർത്ത വന്നുടനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെട്ടൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായും തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളിൽ അതിൽ നമുക്കൊരു പെട്ടെന്ന് ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്ന രീതിയിൽ വാങ്ങാൻ പറ്റില്ല. പക്ഷെ അതിൽ മാറ്റമുണ്ടാകണം. ഇത് ആളുകളുടെ ജീവനും ആളുകളുടെ രോഗവും ആളുകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് വേഗത്തിൽ ചെയ്യണം എന്നുള്ളത് പറയും. സർക്കാരിന്റെ കാഴ്ചപ്പാട് തന്നെ അതാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ ഫയൽ അദാലത്തുകൾ വെക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട CM തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ഫയൽ അദാലത്ത്. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ആഴ്ചയും എല്ലാ HOD-മാരുടെ മീറ്റിംഗ് എല്ലാ തിങ്കളാഴ്ചയും, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തൊട്ട് 2 ആഴ്ചയിൽ ആദ്യത്തെ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും HOD-മാരുടെ മീറ്റിംഗ് എടുക്കുന്ന ഒരു മിനിസ്റ്ററാണ് ഞാൻ. എല്ലാ തിങ്കളാഴ്ചയും HOD-മാരെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഫയലുകൾ തീർപ്പാക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ അദാലത്തുകളുടെ വിഷയത്തിൽ, നിങ്ങൾക്ക് അതുപോലെ അനധികൃത അവധിയുടെ വിഷയത്തിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു വേദി കൂടിയാണ്. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കട്ടെ. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹം അത്തരത്തിൽ ഒരു പേഷ്യന്റിനെ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുകയും അങ്ങനെ ഒരു വിഷയം അത് ഒരു സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുക. അതാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറയുന്നത്, അങ്ങനെ കരുതുന്നിടത്ത് നമ്മുടെ ഓരോ ആളുടെയും വേദന പ്രധാനപ്പെട്ടതാണ്, ഒരു വ്യക്തിയുടെയും ജീവിതം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകണം.